നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജിയുടെ ഹിമക്കരടി. ആ ചെറിയ കപ്പൽ സാമാന്യം നല്ല വേഗതയിലായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ഡക്കിൽ നിന്നും ചുരുട്ടു പുകയ്ക്കുകയായിരുന്ന ഡോക്ടർ സുഖ്ദേവ് സിംഗ് ബൈനോക്കുലറിലൂടെ ചുറ്റുപാടും നോക്കി. രാത്രിയിലും കാഴ്ചകൾ കാണുവാൻ കഴിയുന്ന ഒരു ബൈനോക്കുലറിൽ അനന്തമായ കടലല്ലാതെ മറ്റൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഡക്കിലെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് വെറുതെ മങ്ങിയ ഇരുളിലേക്ക് നോക്കി നിന്നു. നേരിയ നിലാവുണ്ട്, മാനം നിറയെ നക്ഷത്രങ്ങൾ, ഉപ്പിന്റെ രസമുള്ള തണുത്ത കാറ്റ്. ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. എരിഞ്ഞു തീർന്ന ചുരുട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സുഖ്ദേവ് സിംഗ് വാച്ച് നോക്കി. സമയം 12:30. നേരം പുലരും മുമ്പ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാം എന്നവർക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഡെക്കിനിരുവശത്തും ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നവരുടെ നേരെ നീണ്ടു ചെന്നു. 2 വേട്ടനായ്ക്കളുടെ ശ്രദ്ധയുണ്ട് അവർക്കെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. യന്ത്രത്തോക്കും കയ്യിൽ ഏന്തിക്കൊണ്ട് ഇമകൾ പോലും ചലിക്കാതെയുള്ള നിൽപ്പാണ്. എവിടെയെങ്കിലും അപകടത്തിന്റെ ഒരു ചലനം ഉണ്ടായാൽ മതി, അവർ ഞൊടിയിടയിൽ അത് മണത്തറിയും. തിരിഞ്ഞു നോക്കുന്നതിന്റെ ഒപ്പം യന്ത്രത്തോക്കുകളുടെ ലക്ഷ്യവും അവിടേക്ക് തന്നെയായിരിക്കും. വളരെയധികം ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുള്ള കമാൻഡോകളെയാണ് ഈ യാത്രയുടെ സെക്യൂരിറ്റി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ 6 പേരുണ്ട്. ഈ 2 മണിക്കൂർ വീതമാണ് ഡ്യൂട്ടി. പിന്നെയുള്ളത് ഡോക്ടർ സുഖ്ദേവ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ ശാസ്ത്ര സംഘം. 5 പുരുഷന്മാരും 4 സ്ത്രീകളും. സ്ത്രീകൾ 4 പേരും അസിസ്റ്റന്റുകളാണ്. ഇനി ബാക്കിയുള്ള 12 പേർ ജോലിക്കാരാണ്. ഏത് ജോലിയും ചെയ്യാൻ കരുത്തും തന്റെ ഇടവും അത്യാവശ്യത്തിന് ആയോധന കലയും അറിയാവുന്നവർ. ഇത്രയും പേരുടെ കഴിഞ്ഞ 5 വർഷങ്ങളിലെ ബയോഡാറ്റ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് യാത്രയ്ക്ക് പച്ചക്കൊടി കാട്ടിയത്. കാരണം അത്രയ്ക്ക് രഹസ്യവും അപകടം നിറഞ്ഞതുമായ ഒരു യജ്ഞത്തിനാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. സദാ നേരവും മഞ്ഞു മൂടിക്കിടക്കുന്ന, ഉദ്ദേശം 20 കിലോമീറ്റർ ചുറ്റളവുള്ള, ഏതു നേരത്തും അപകടം സംഭവിക്കാവുന്നതുമായ ക്രൂസോ ദ്വീപിലേക്കാണ് ആ യാത്ര. ഹിമക്കരടികളും ഹിമമനുഷ്യരും ഇന്നും അവിടെ ധാരാളമുണ്ട് പോലും. ഭാരതത്തിലെ തന്നെ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഈ യാത്രയെക്കുറിച്ച് അറിയൂ. ക്രൂസോ ദ്വീപിൽ ഭാരതത്തിനായി ഒരു മിസൈൽ സ്റ്റേഷനും ലബോറട്ടറിയും സ്ഥാപിക്കുക എന്നതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. പാകിസ്ഥാൻ ചാര സംഘടനയോ അമേരിക്കൻ ചാര സംഘടനയോ ഈ വിവരം അറിഞ്ഞാൽ എങ്ങനെയും ലക്ഷ്യം തകർക്കാനേ ശ്രമിക്കൂ എന്ന് അറിയാമായിരുന്നതിനാലാണ് രാത്രിയിലെ ഈ യാത്ര. എന്നിരുന്നാലും സംഗതി അവർ മണത്തറിഞ്ഞിട്ടില്ലേ എന്നും സംശയിക്കാതെ തരമില്ല. കാരണം അത്രമാത്രം വിദഗ്ധരാണ് ഇരു ചാര സംഘടനകളും. സുഖ്ദേവ് സിംഗിൻ തന്റെ തൊപ്പി നേരെ വെച്ചിട്ട് മറ്റൊരു ചുരുട്ടിനുകൂടി തീ കൊളുത്തി. പാന്റും സ്യൂട്ടുമാണ് അദ്ദേഹത്തിന്റെ വേഷം. ഡെക്കിലേക്ക് താഴെ നിന്നും ഒരാൾ കൂടി കയറി വന്നു. മിസ് നീനാദാസ്, സുഖ്ദേവ് സിംഗിന്റെ അസിസ്റ്റന്റ്. അവളുടെ കൈവശം ഫ്ലാസ്കും കപ്പും ഉണ്ടായിരുന്നു. ഇത്തിരി ചായ ആകാമല്ലോ സർ? അവൾ വശ്യമായി മന്ദഹസിച്ചുകൊണ്ട് തിരക്കി. ഓക്കെ. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി അവളാണ് നീന. ഏറിയാൽ 28 വയസ്സ് വരും. പക്ഷേ കണ്ടാൽ 18 തോന്നൂ. ചെമ്പൻ മുടിയും വെളുത്ത കണ്ണുകളുമുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ. സാർ ഒന്ന് തല ചായ്ക്കുന്നു കൂടിയില്ലേ? കപ്പിലേക്ക് ചായ പകരുന്നതിനിടയിൽ അവൾ അദ്ദേഹത്തിന് നേരെ കടക്കണ്ണെറിഞ്ഞു. ഏറെ നേരമായല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. ആ 60കാരൻ ഒന്ന് ചിരിച്ചു. നിനക്കറിയാമോ കുട്ടി, എത്രയോ കാലമായുള്ള എന്റെ ഒരു സ്വപ്നമായിരുന്നു ക്രൂസോ ദ്വീപിൽ മിസൈൽ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നതെന്ന്. എല്ലാം ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കൊന്ന് വിശ്രമിക്കാൻ കഴിയൂ. ഡോക്ടർ ചായ വാങ്ങി ഒരിറക്ക് കുടിച്ചു. മറ്റുള്ളവർ എവിടെ? ചിലർ ഉറക്കമാണ്, മറ്റു ചിലർ ജോലിക്കാരുമായി ചേർന്ന് ചീട്ട് കളിക്കുന്നു. എന്തോ ഓർത്തുകൊണ്ട് സുഖ്ദേവ് സിംഗ് ചായക്കപ്പ് തിരികെ കൊടുത്തു. അത് വാങ്ങി വെച്ചിട്ട് നീനയും അദ്ദേഹത്തിന് അരികിൽ നിന്നു. നീന പോയിക്കോളൂ, സിംഗ് പറഞ്ഞു. അദ്ദേഹത്തെ പരിഭവത്തിൽ ഒന്ന് നോക്കിയിട്ട് അവൾ ഫ്ലാസ്കും കപ്പും എടുത്തുകൊണ്ട് താഴേക്ക് പോയി. പിന്നെയും 1 മണിക്കൂറോളം പിന്നിട്ടു. കടൽക്കാറ്റിന് ശക്തി കൂടി വന്നു. തണുപ്പും അന്തരീക്ഷത്തിൽ മഞ്ഞുതുള്ളികൾ പറ്റി പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. സെക്യൂരിറ്റിക്കാരുടെ ഷിഫ്റ്റ് മാറി. സുഖ്ദേവ് സിംഗ് താഴേക്ക് പോവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വോക്കി ടോക്കി ശബ്ദിച്ചത്. അദ്ദേഹം അറ്റൻഡ് ചെയ്തു. കൺട്രോൾ റൂമിൽ നിന്നായിരുന്നു. സർ, വേഗം വരിക. ആ സ്വരത്തിലെ പരിഭ്രാന്തി തിരിച്ചറിഞ്ഞ ഡോക്ടർ വേഗം കൺട്രോൾ റൂമിന് നേരെ കുതിച്ചു.
ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ ക്യാബിനിൽ അദ്ദേഹം എത്തി. എന്തുണ്ടായി സർ? അവിടെ ഇരുന്നവരിൽ ഒരാളുടെ ശബ്ദം വിറച്ചു. നമുക്കിടയിലൂടെ ഒരു സംവാരം നീങ്ങുന്നുണ്ട്. അയാൾ ടെലിവിഷനിലേക്ക് കൈ ചൂണ്ടി. ഡോക്ടർ ഉറ്റുനോക്കി. ശരിയാണ്, സബ്മറൈൻ കണ്ടാൽ ഒരു വലിയ പാറക്കല്ലാണെന്നേ തോന്നുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപകടത്തിന്റെ കുഴൽവിളി ഉയർന്നു. ടെലിവിഷനിൽ മറൈൻ ഒന്നുകൂടി വ്യക്തമായി. അതിനു മുകളിൽ ഒരു വസ്തു ഉയർന്നു വരുന്നത് അദ്ദേഹം കണ്ടു. മിസൈൽ. അദ്ദേഹം നടുങ്ങി. കപ്പൽ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. തകർത്തേക്കട്ടെ സർ? അയാൾ അനുവാദത്തിന് കാത്തു. യെസ്, ഡോക്ടർ അലറി. അയാൾ ലിവർ വലിച്ചു. കപ്പലിന്റെ അടിഭാഗത്തുള്ള മിസൈലിന്റെ ലക്ഷ്യം മറൈനു നേരെയായി. അതിൽ നിന്നും മിസൈൽ ഉയരും മുമ്പ് ചാട്ടുളി പോലെ അതിനൂതനവും എന്നാൽ അധിക വലിപ്പമില്ലാത്തതുമായ ഒരു മിസൈൽ പാഞ്ഞു കഴിഞ്ഞിരുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. മറൈൻ ഒരു 100 കഷ്ണങ്ങളായി ചിതറിപ്പോയി. അതിനിടെ മനുഷ്യ ശരീരങ്ങളും. സുഖ്ദേവ് സിംഗ് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. ശത്രുക്കൾ തങ്ങളുടെ നീക്കം മണത്തറിഞ്ഞു എന്ന് വേണം കരുതുവാൻ. ദ്വീപിൽ മിസൈൽ സ്റ്റേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭയപ്പെടാനില്ല. 1000 കിലോമീറ്റർ അകലെ വരെ ദൈർഘ്യമുള്ള മിസൈലുകളാണ് അവിടെ സ്ഥാപിക്കുന്നത്. ശത്രുക്കളുടെ നീക്കത്തെ മുൻകൂട്ടി മനസ്സിലാക്കി തകർക്കാൻ കഴിയും. കേന്ദ്രത്തിലേക്ക് ഈ വിവരം അറിയിക്കണം. അദ്ദേഹം അത്യാധുനികമായ വയർലെസ് ഉപകരണത്തിലൂടെ വിവരം നൽകി. സംശയം തോന്നുന്ന ഒന്നിനെയും വെച്ചേക്കരുത്. അതായിരുന്നു അവിടെ നിന്നും കിട്ടിയ മറുപടി. സുഖ്ദേവ് സിംഗ് വീണ്ടും ഡെക്കിലെത്തി. ബൈനോക്കുലർ വഴി നോക്കി. അങ്ങ് അകലെ കരയാണോ കാണുന്നത്? സംശയം തോന്നി. അത് കരയാണെങ്കിൽ ഇനി ഏത് നിമിഷവും സമുദ്രത്തിലൂടെ കപ്പലിന്റെ 2 ഇരട്ടിയുള്ള മഞ്ഞുപാളികൾ ഒഴുകി വന്നേക്കാം. അവയാണ് ഏറ്റവും അപകടകാരികൾ. കപ്പലിന്റെ വേഗത കുറയ്ക്കുവാൻ അദ്ദേഹം വോക്കി ടോക്കിയിലൂടെ നിർദ്ദേശം നൽകി. അങ്ങനെ അരമണിക്കൂർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൈനോക്കുലറിലൂടെ മുന്നിൽ ഒരു കൂറ്റൻ ദ്വീപ് കാണാൻ കഴിഞ്ഞു. നിലാവ് ഒന്നുകൂടി തെളിഞ്ഞപ്പോൾ ദ്വീപിലെ മഞ്ഞിൻ പാളികൾ വെള്ളി പോലെ തിളങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മറ്റു 2 പേർ കൂടി ഡെക്കിലേക്ക് വന്നു. പ്രൊഫസർ മാർട്ടിൻ പെരേരയും ഗ്ലാഡിസും. പെരേരയുടെ പത്നിയും അസിസ്റ്റന്റും കൂടിയാണ് ഗ്ലാഡിസ്. ആ സംഘത്തിലെ സുഖ്ദേവ് സിംഗ് കഴിഞ്ഞാൽ അടുത്ത പ്രധാനിയാണ് പെരേര. നോക്കൂ മാർട്ടിൻ, നമ്മൾ ലക്ഷ്യത്തിൽ എത്താറായിരിക്കുന്നു, സുഖ്ദേവ് സിംഗ് സന്തോഷത്തോടെ പറഞ്ഞു. പെരേരയും ബൈനോക്കുലറിലൂടെ ആ കാഴ്ച കണ്ടു. സമുദ്രത്തിലൂടെ മഞ്ഞിൻ പാളികൾ ഒഴുകി വരികയാണ്. വളരെ ശ്രദ്ധിച്ചാണ് കപ്പൽ മുന്നോട്ട് നീങ്ങിയത്. സർ, അത് കണ്ടോ? പെട്ടെന്ന് പ്രൊഫസർ മാർട്ടിൻ പെരേര ആകാശത്തേക്ക് കൈ ചൂണ്ടി. ഡോക്ടർ സുഖ്ദേവ് സിംഗിന്റെ കണ്ണുകൾ മാർട്ടിൻ പെരേര കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നീങ്ങി. ആകാശത്തിന്റെ പടിഞ്ഞാറ് ചെരുവിൽ നിന്നും പച്ചയും ചുവപ്പും ഇടകലർന്ന ലൈറ്റുകൾ അടുത്തു വന്നുകൊണ്ടിരുന്നു. സുഖ്ദേവ് സിംഗ് വേഗത്തിൽ വോക്കി ടോക്കി പ്രവർത്തിപ്പിച്ചു. കപ്പലിന്റെ പുറത്തേക്കുള്ള ലൈറ്റുകൾ മുഴുവൻ അണയ്ക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ലൈറ്റുകൾ അണഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രകാശങ്ങൾ അടുത്തു വന്നു. മഞ്ഞു കൂടിക്കലർന്ന ശക്തമായ കാറ്റ് അവരുടെ ശരീരത്തിൽ അടിച്ചു. ഒപ്പം അത്യുഗ്രമായ ഇരമ്പൽ. അവരുടെ തലയ്ക്ക് മുകളിലൂടെ കൂറ്റൻ കഴുകനെ പോലെ ഒരു ഹെലികോപ്റ്റർ ദ്വീപിനെ ലക്ഷ്യമാക്കി പറന്നുപോയി. സുഖ്ദേവ് സിംഗിന്റെ മുഖം വിളറി. ഇതും ശത്രുക്കളാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലായിരുന്നു. ക്രൂസോ ദ്വീപിലെ കുന്നിനപ്പുറം ആ പ്രകാശം അലിഞ്ഞു ചേർന്നു. അവർ ഇനിയും വരും, മാർട്ടിൻ പെരേര പറഞ്ഞു. സുഖ്ദേവ് സിംഗ് ഒന്ന് അമർത്തി മൂളി. അപ്പോൾ കണ്ടു, തെക്ക് നിന്നും ഹെലികോപ്റ്റർ വടക്കോട്ട് വരുന്നു. അത് ദ്വീപിനെ ചുറ്റി വീണ്ടും കിഴക്കോട്ട് പോയി. അവർ ദ്വീപ് അരിച്ചു പെറുക്കുകയാണ്. ഗ്ലാഡിസിന് ആശങ്കയായി. സുഖ്ദേവ് സിംഗ് മിണ്ടിയില്ല. ആ ഹെലികോപ്റ്റർ തകർത്തു കളഞ്ഞാലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അത് വീണ്ടും വന്നു, കുറെ കൂടി താഴ്ന്ന്. പൈൻ മരങ്ങൾ ആടിയുലഞ്ഞു. ദ്വീപിൽ നിന്നും ഏതോ മൃഗത്തിന്റെ ഭീതി പൂണ്ട അലർച്ച. അവസാനം ഹെലികോപ്റ്റർ വന്നതുപോലെ മടങ്ങിപ്പോയി. സുഖ്ദേവ് ആശ്വാസപൂർവം ഒരു ചുരുട്ടിന് തീ കൊളുത്തി. നേരം പുലരുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. കപ്പലും ദ്വീപുമായി 1 കിലോമീറ്ററിൽ അധികം ദൂരമില്ല. കപ്പൽ നിശ്ചലമായി.
വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് മഞ്ഞുപാളികൾ. അവയെ തകർത്തുകൊണ്ട് ഇനിയുള്ള യാത്ര ദുഷ്കരം. ഒരു ഉരുക്കുപാളി കണക്കെയാണ് അവയങ്ങനെ നിരന്നു കിടക്കുന്നത്. അതിനു മുകളിലൂടെ വേണമെങ്കിൽ ട്രക്ക് ഓടിച്ചു പോകാം. തങ്ങൾ ലക്ഷ്യത്തിൽ എത്തിയതെന്നറിഞ്ഞതോടെ ശാസ്ത്രജ്ഞന്മാരായ നിക്കോളാസും റാം റൊണാൾഡും അലക്സാണ്ടർ മൈമൂണും അസിസ്റ്റന്റ്മാരായ മരിയ ചൗധരിയും ഹേമാംബികയും ഡെക്കിലേക്ക് കയറി വന്നു. ഡോക്ടർ, ഇപ്പോൾ തന്നെ നമ്മൾ ദ്വീപിൽ പ്രവേശിക്കുന്നോ അതോ നേരം പുലർന്നിട്ടോ? റാം റൊണാൾഡ് തിരക്കി. പുലരും മുമ്പ് അങ്ങെത്തണം. ഈ കടലിൽ ഇങ്ങനെ ഏറെ നേരം നിന്നാൽ അത് ആപത്താണ്. സുഖ്ദേവ് സിംഗ് മറുപടി നൽകി. കൂട്ടത്തിൽ അസിസ്റ്റന്റുകൾ ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, റാം റൊണാൾഡ്. എന്നാൽ കൂർമ്മ ബുദ്ധിശാലിയാണ് താനും, അതുപോലെ അപകടകാരിയും. കപ്പലിന്റെ ഡെക്കിൽ നിന്നും കയർ ഗോവണി താഴേക്കിട്ടു. അപ്പോഴേക്കും ജോലിക്കാരും അങ്ങെത്തിക്കഴിഞ്ഞിരുന്നു. ഓരോരുത്തരായി മഞ്ഞിന് പുറത്തേക്കിറങ്ങി നിന്നു. ഗംബൂട്ട്സുകളായിരുന്നതിനാൽ അവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ കാൽകുത്തിയ നിമിഷം തണുപ്പിന് കട്ടി കൂടിയതുപോലെ തോന്നി. ചിലർ രോമക്കുപ്പായം അണിഞ്ഞിരുന്നു. ഒരു കാറ്റു വീശി. അവർ കുടുകുടെ വിറച്ചു. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കപ്പലിൽ നിന്നും പുറത്തിറക്കി. ഇനിയുള്ളത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇറക്കിയാൽ മതിയല്ലോ. വരുന്ന 6 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും ലബോറട്ടറി ഉപകരണങ്ങളും എല്ലാം തന്നെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കമാൻഡോകളും അതിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. സുഖ്ദേവ് സിംഗ് വോക്കി ടോക്കിയിലൂടെ നിർദ്ദേശം കൊടുത്തയുടനെ പെട്ടെന്ന് കപ്പലിന് മുകളിൽ ഒരു ആവരണം ഉണ്ടായി. മഞ്ഞിന്റെ നിറമുള്ള ആവരണം. അതേ തുടർന്ന് കപ്പൽ സാവധാനം ജലത്തിലേക്ക് താഴാൻ തുടങ്ങി. അത് ഒരു അന്തർവാഹിനിയായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. കപ്പലിന്റെ മുകൾ തട്ട് മഞ്ഞിന്റെ നിരപ്പായപ്പോൾ നിന്നു. ഇപ്പോൾ ആര് നോക്കിയാലും അത് മഞ്ഞിൻ പാളികളാണെന്നേ തോന്നൂ. കമോൺ! 2 ഭാരമുള്ള ബാഗുകളുമായി സുഖ്ദേവ് സിംഗ് മുന്നോട്ട് നീങ്ങി. അദ്ദേഹത്തോട് ചേർന്ന് ഒരു കമാൻഡോയും നീങ്ങി. പിന്നാലെ മറ്റുള്ളവരും. എല്ലാവരും തങ്ങൾക്ക് കഴിയുന്നത്ര സാധനങ്ങൾ ദ്വീപിലേക്ക് ചുമന്നുകൊണ്ടാണ് പോയത്. ഇവിടെ ഒരു പ്രത്യേക തരം മുൾച്ചെടികളുണ്ട്, കൊടും വിഷമുള്ളവ. കഴിവതും അവയിൽ സ്പർശിക്കാതെ നോക്കണം, സുഖ്ദേവ് സിംഗ് മുന്നറിയിപ്പ് നൽകി. ഏതാണ്ട് 20 മിനിറ്റുകൾ കൊണ്ട് അവർ ദ്വീപിൽ കാൽകുത്തി. അവിടെ നിന്നിരുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുകയാണ്. അവർ അല്പം നിരപ്പായ ഒരു ഭാഗം നോക്കി നീങ്ങി. അധികം ബുദ്ധിമുട്ടാതെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ലഗേജുകൾ അവിടെ ഇറക്കി. എമർജൻസി ലാമ്പ് തെളിച്ചു. ധൃതിയിൽ ഒരു ടെന്റിന്റെ ജോലിയിൽ ഏർപ്പെട്ടു അവർ. എല്ലാവരും കൂടി ഉത്സാഹിച്ചതിനാൽ നിമിഷങ്ങൾക്കുള്ളിൽ ടെന്റിന്റെ പണി തീർന്നു. വൃക്ഷ ശിഖരങ്ങളിൽ ഇരുന്ന് ഏതോ പക്ഷി വികൃത സ്വരം പുറപ്പെടുവിച്ചു. ധാരാളം പക്ഷികളുള്ള ദ്വീപാണ്. പലതിന്റെയും പേരുകൾ പോലും ഇന്നും ആർക്കും അറിയില്ല. എമർജൻസി ലാമ്പ് എടുക്കുന്നതിനിടയിൽ സുഖ്ദേവ് സിംഗ് പറഞ്ഞു. അദ്ദേഹത്തിന് ആ ദ്വീപിന്റെ ഓരോ പ്രത്യേകതയും മനഃപ്പാടമാണ്. അതെല്ലാം പഠിച്ചതിന് ശേഷമാണല്ലോ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ ദ്വീപിനുണ്ട്. ഏത് നിമിഷവും ആവലാഞ്ച് ഉണ്ടാകാം. ഒരു ശക്തിയേറിയ വെള്ളച്ചാട്ടത്തേക്കാൾ ഭീകരമായിരിക്കും അപ്പോൾ. മഞ്ഞുപാളികൾ ഒരു ഭാഗം തീർത്തും അടക്കിക്കൊണ്ടാവും പാഞ്ഞു വരിക. ആ നേരം അതിനുള്ളിൽ ആയിപ്പോയാൽ കഥ കഴിഞ്ഞത് തന്നെ. പലർക്കും തണുപ്പ് അധികമായി തോന്നി തുടങ്ങി. അത് മനസ്സിലാക്കിയ സുഖ്ദേവ് സിംഗ് ബാഗിൽ നിന്നും വിസ്കി കുപ്പികളും ഗ്ലാസുകളും എടുത്തു. എല്ലാവരും ഓരോ പെഗ് അകത്താക്കി. ഓരോ ചുരുട്ടുകൂടി പുകച്ചു കഴിഞ്ഞപ്പോൾ തെല്ല ആശ്വാസം തോന്നി. ഓരോരുത്തരും തങ്ങളുടെ പ്ലാസ്റ്റിക് കട്ടിലുകൾ നിവർത്തു. അവയിൽ കമ്പിളി വിരിച്ചു. കൂടാരത്തിനുള്ളിൽ അടുത്തടുത്ത് കിടക്കകളിലിട്ട് അവർ കിടന്നു. സുഖ്ദേവ് സിംഗിന്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. 2 ദിവസങ്ങളായി അദ്ദേഹം അല്പമെങ്കിലും ഒന്നുറങ്ങിയിട്ട്. മറ്റുള്ളവരുടെ സ്ഥിതിയും തുലം വ്യത്യസ്തമല്ലായിരുന്നു. അറിയാതെ അവരുടെ കണ്ണുകളെ ഉറക്കം തഴുകുകയായിരുന്നു. കമാൻഡോ ഉറക്കമിളച്ച് കൂടാരത്തിനുള്ളിൽ കാത്തിരുന്നു. തൽക്കാലം ഓരോരുത്തർ മതിയെന്ന് അവർ തീരുമാനിച്ചു. നീന കണ്ണു തുറന്നു. കൂട്ടുകാരെല്ലാം ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കമ്പിളിപ്പുതുപ്പ് മാറ്റി അവൾ എണീറ്റു. കമാൻഡോകളിൽ ഒരാളുടെ അടുത്ത് ചെന്നു. അവളുടെ ചൂടുള്ള ശ്വാസം അയാളുടെ മുഖത്ത് തട്ടി. ഈ യാത്രയുടെ തുടക്കം മുതലുള്ള അടുപ്പമായിരുന്നു അത്. കമാൻഡോ തോക്ക് ഇരിപ്പിടത്തിൽ വെച്ചു. അയാളുടെ രക്തത്തിന് തീ പിടിക്കുന്നത് പോലെ തോന്നി കമാൻഡോയ്ക്ക്. അയാൾ എണീറ്റു. നീനയുടെ ഒതുങ്ങിയ അരക്കെട്ടിൽ കൈ ചുറ്റിക്കൊണ്ട് ഇരുവരും കൂടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. നൂലുപോലെ അപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും അപ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടില്ല. പുറത്തെ മഞ്ഞിൻ പാളികൾ അവർക്ക് ശയ്യൊരുക്കി. ഉടനെ തൊട്ടടുത്ത ചെറിയ കാട്ടിൽ ഒരു ചലനം. കുറ്റിക്കാടുകൾ ഇരുഭാഗത്തേക്കും വകഞ്ഞു മാറ്റപ്പെട്ടു. 2 തീക്കണ്ണുകൾ കാണാനായി. ഏതാണ്ട് 7 അടി ഉയരം വരുന്ന കറുത്ത രൂപം പുറത്തേക്ക് വന്നു.
നീന അപ്പോഴേക്കും കൂടാരത്തിൽ കയറി കഴിഞ്ഞിരുന്നു. കമാൻഡോ തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുമ്പോഴാണ് പിന്നിൽ മുരൾച്ച കേട്ടത്. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ഹൃദയത്തിൽ നിന്നുയർന്ന അലർച്ച തൊണ്ടയിൽ കുരുങ്ങി. ക്രൂസോ ദ്വീപിൽ നടുക്കുന്ന ഒരലർച്ച മുഴങ്ങി. കൂടാരത്തിൽ കിടന്നിരുന്നവർ ഞെട്ടിയുണർന്നു. എന്താണത്? ഓരോരുത്തരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. കമാൻഡോകളിൽ ഒരാൾ തങ്ങളുടെ ഉണർന്നിരുന്ന ആളിനെ തേടി. തോക്ക് കസേരയിലിരിക്കുന്നു. അയാൾ എവിടെ പോയി? പെട്ടെന്ന് മറ്റു രണ്ടുപേരും ജാഗരൂകരായി. നീനാദാസ് അവിടേക്ക് വന്ന് കിടക്കയിലേക്ക് വീണ അവസരത്തിലായിരുന്നു ആ അലർച്ച. ആരും തന്റെ മുഖഭാവം അറിയാതിരിക്കുവാൻ അവൾ തല കുനിച്ചു പിടിച്ചു. കമാൻഡോകളിൽ രണ്ടുപേർ ധൃതിയിൽ തോക്കുകളുമായി പുറത്തേക്ക് പാഞ്ഞു. ഡോക്ടർ സുഖ്ദേവ് സിംഗും റിവോൾവറും എടുത്തുകൊണ്ട് കൂടാരത്തിന്റെ വാതിൽക്കൽ ജാഗ്രതയോടെ നിന്നു. നീനയുടെ ഹൃദയം പെരുമ്പറ പോലെ മുഴങ്ങുകയാണ്. താനും അയാളും കൂടിയാണ് പുറത്തുപോയതെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ. കൂടാരത്തിന്റെ തെക്ക് ഭാഗത്ത് ആരുടെയോ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് മറ്റുള്ളവരോട് ജാഗ്രതയായിരിക്കാൻ പറഞ്ഞിട്ട് സുഖ്ദേവ് സിംഗും അവിടേക്ക് ചെന്നു. നേരം പ്രഭാതമാകുവാൻ തുടങ്ങിയിരുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. മഞ്ഞിൽ കമിഴ്ന്നു കിടക്കുന്ന കമാൻഡോ. അയാളുടെ ശിരസിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം മഞ്ഞിൽ കലർന്ന് താഴേക്കിറങ്ങുന്നു. വാട്ട് ഹാപ്പൻ? സുഖ്ദേവ് സിംഗ് ഭീതിയോടെ മറ്റു കമാൻഡോകളെ നോക്കി. അവർ മറുപടി നൽകിയില്ല. പകരം തറയിൽ കിടന്ന മനുഷ്യനെ തിരിച്ചു കടത്തി. ഓ! അറിയാതൊരു ശബ്ദം അവരുടെ കണ്ടത്തിൽ നിന്നുയർന്നു. ആ മനുഷ്യന്റെ മുഖം ചതഞ്ഞു പോയതുപോലെയോ മാംസപേശികൾ പറഞ്ഞു പോയതുപോലെയോ വികൃതമായിരുന്നു. ഒരു തലയോട്ടിയിൽ പുല്ലുകൾ ഇരിക്കുന്നത് പോലെയാണ് തോന്നിച്ചത്. ചുണ്ടുകൾ പറഞ്ഞു പോയിരുന്നു. വായ്ക്കുള്ളിൽ നിന്നും രക്തം കിനിഞ്ഞു വരുന്നുണ്ട്. ഡോക്ടർ സുഖ്ദേവ് സിംഗ് വേഗം അയാളുടെ നാടി പിടിച്ചു നോക്കി. ആ മുഖത്ത് പെട്ടെന്ന് ഭാവമാറ്റം. കമോൺ, വേഗം എടുത്തുകൊണ്ട് വരൂ, ഇയാൾ മരിച്ചിട്ടില്ല. ജോലിക്കാരും മറ്റും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. എല്ലാവരും ചേർന്ന് കമാൻഡോയുടെ ശരീരം എടുത്തുകൊണ്ടുവന്ന് കൂടാരത്തിൽ ഒരു കിടക്കയിൽ കിടത്തി. നീനാദാസ് ആ കാഴ്ച കാണുവാനുള്ള കരുത്തില്ലാതെ പെട്ടെന്ന് തല തിരിച്ചു. താനാണ് ഇതിന് കാരണക്കാരിയെന്ന് അവൾക്കറിയാമായിരുന്നു. പറഞ്ഞുപോയ മാംസത്തിന്റെ ഭാഗത്ത് തൽക്കാലം ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് സുഖ്ദേവ് സിംഗിനും അറിയാമായിരുന്നു. പിന്നെ ആരാണിത് ചെയ്തതെന്ന് അയാളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞാലോ? മാർട്ടിൻ പെരേരയും റാം റൊണാൾഡും നിക്കോളസും അലക്സാണ്ടർ മൈമൂണും വേഗം സുഖ്ദേവ് സിംഗിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ഉടൻ ഒരു കാര്യം കൂടി അവർക്ക് ബോധ്യമായി. കമാൻഡോയുടെ ഇടത് കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രക്തം പുരണ്ടിരുന്നതിനാൽ ആദ്യം അത് അറിയുമായിരുന്നില്ല. റാം റൊണാൾഡ് ഒരു മരുന്ന് മുഖത്തേക്ക് സ്പ്രേ ചെയ്തു, രക്തസ്രാവം നിലയ്ക്കുന്നതിന് വേണ്ടി. അയാൾ ഒന്ന് ഞരങ്ങി. അത്യുഗ്രമായി ഒന്നുകൂടി അലറി. ഒരു പിടച്ചിൽ. അതോടെ കഴിഞ്ഞു. ആ കടുത്ത തണുപ്പിലും സുഖ്ദേവ് സിംഗ് വിയർത്തുപോയി. ദ്വീപിലേക്ക് കാൽകുത്തി മണിക്കൂറുകൾ പൂർത്തിയാകും മുമ്പ് ആദ്യ ദുരന്തം. കൂടാരത്തിൽ കനത്ത നിശബ്ദത തളം കെട്ടി. ഇയാൾ എന്തിനു പുറത്തുപോയി? റാം റൊണാൾഡ് ആണ് ആദ്യം സംസാരിച്ചത്. അതാണ് എനിക്കും മനസ്സിലാകാത്തത്, നിക്കോളസും ചിന്തയോടെ പറഞ്ഞു. ഇനി ആരെങ്കിലും കണ്ടുകൊണ്ട് പിന്തുടർന്നതാകുമോ? ഗ്ലാഡിസിന്റെ സംശയം. ഉടൻ കമാൻഡോകളിൽ ഒരാൾ അത് തിരുത്തി. അങ്ങനെയെങ്കിൽ തോക്ക് ഇവിടെ വെച്ചിട്ട് അയാൾ പോകുകയില്ല. ഇതിപ്പോ അയാൾ ആരെങ്കിലും പ്രലോഭിപ്പിച്ചു കൊണ്ടതാണോ? നീനാദാസിൽ ഒരു നടുക്കം. അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു. നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആര് വന്ന് പ്രലോഭിപ്പിക്കാൻ? അതും ഇവിടെ വന്നിട്ട് മണിക്കൂറിനുള്ളിൽ. മാത്രമല്ല, ഇവിടെ മനുഷ്യരാരും തന്നെ ഇല്ലെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർട്ടിൻ പെരേര ഒരു ചുരുട്ട് കത്തിച്ചു. ഒന്നും മനസ്സിലായി. വിധി കൽപ്പിക്കും പോലെ ഡോക്ടർ സുഖ്ദേവ് സിംഗ് സംസാരിച്ചു. ഇവിടം നമ്മൾ കരുതുന്നതിനേക്കാൾ അപകടം നിറഞ്ഞതാണ്. ഒരുപക്ഷെ ഏതോ ശത്രുക്കൾ നമ്മളെക്കാൾ മുമ്പേ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലും തെറ്റില്ല. ഇനിയുള്ള ഓരോ ചുവടുകളും വളരെ സൂക്ഷ്മതയോടെ വേണം. കഴിവതും ആരും ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ക്രൂസോ ദ്വീപിനു മുകളിൽ ആദ്യത്തെ സൂര്യരശ്മി വീണു. കനത്ത മഞ്ഞു കാരണം അവ്യക്തമായേ സൂര്യനെ കാണാൻ കഴിയുകയുള്ളൂ. 25 അടി അകലെയുള്ള വസ്തുക്കൾ പോലും ശരിക്ക് കാണില്ല. നല്ല വെയിൽ സമയത്ത് കഷ്ടിച്ച 50 അടി അകലം വരെ കാണാം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, സുഖ്ദേവ് സിംഗ് വിവരിച്ചു. ഈ മൃതദേഹം ഇനി എന്തു ചെയ്യണം? ഇവിടെ തന്നെ സംസ്കരിക്കാം, അവർ തീരുമാനമെടുത്തു. ജോലിക്കാർ അല്പം അകലെ മഞ്ഞിൽ കുഴിതീർക്കുവാൻ തുടങ്ങുമ്പോൾ പ്രൊഫസർ മാർട്ടിൻ പെരേരയും റാം റൊണാൾഡും കൂടി കമാൻഡോയുടെ മൃതദേഹം ആദ്യം കിടന്ന ഭാഗത്തെത്തി. അപ്പോൾ മറ്റു രണ്ട് കമാൻഡോകളും
തങ്ങളുടെ കൂട്ടുകാരന്റെ ഘാതകന് തിരയുകയായിരുന്നു. അയാൾ കിടന്നിരുന്നതിന്റെ അരികിൽ നിന്നും തൊട്ടടുത്ത ചെറിയ കാടിനുള്ളിലേക്ക് നടന്നു പോയിരിക്കുന്ന കനത്ത കാൽപ്പാടുകൾ കാണാമായിരുന്നു. നോക്കൂ, ആ കാൽപ്പാടുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്തിരിക്കുന്നു. തോക്കുകൾ ഏത് നിമിഷവും നിറയൊഴിക്കാൻ പാകത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് കമാൻഡോകൾ ആദ്യം കാടിനുള്ളിൽ കയറി. അവിടെ ആരോ നിന്നിരുന്നതിന്റെയും പിന്നീട് നടന്നു പോയതിന്റെയും പാടുകൾ കാണാൻ കഴിഞ്ഞു. ഉടനെ അത് അവർ കണ്ടു. തറയിൽ ഒരു ചെറിയ കഷ്ണം മാംസം. അത് കമാൻഡോയുടെ പുരികത്തിന്റെ ഭാഗമായിരുന്നു. ശത്രു ഏത് ആയുധം കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് അവർക്ക് വ്യക്തമായില്ല. കാൽപ്പാടുകളെ പിന്തുടരുവാൻ അവർ തീരുമാനിച്ചു. പക്ഷെ 1 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും അവർക്ക് ശത്രുവിനെ കണ്ടെത്താനായില്ല. കാലുകൾ അകലേക്ക് നീണ്ടുപോയിരിക്കുകയാണ്. നിരാശരായി അവർ മടങ്ങിയെത്തിയപ്പോഴേക്കും മൃതദേഹം സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുഴിയിലിറക്കിയ മൃതദേഹത്തിന് മുകളിലേക്ക് മഞ്ഞ് നീക്കിയിടുമ്പോൾ അവർ ഓർത്തു, ഒരുപക്ഷെ ഒരു അത്ഭുതമായി ഈ ശവശരീരം നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ മഞ്ഞിനുള്ളിൽ കിടന്നേക്കും. വെയിൽ നല്ലതുപോലെ പരന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും അല്പം പോലും ചൂട് കിട്ടിയില്ല. എല്ലാവരും തിരികെ കൂടാരത്തിലെത്തി. ഊർജം നഷ്ടപ്പെട്ടവരെ പോലെയായി അവർ. ഒന്നിനും ഒരു ഉത്സാഹവും തോന്നിയില്ല. ഇനി തിരിച്ചു പോകുവാൻ തങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും അവർക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയായാൽ പറ്റില്ല, സുഖ്ദേവ് സിംഗ് പറഞ്ഞു. ആരുടെയും മരണം നമ്മെ തളർത്താൻ പാടില്ല. അതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ളതാണ്. ഇവിടെ നമുക്ക് ലക്ഷ്യമാണ് പരമപ്രധാനം. ഇതിലും വലിയത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അവിടെയും നമ്മൾ പതറരുത്. സുഖ്ദേവ് സിംഗിന്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവരും റൊട്ടിയും ചൂട് ചായയും കഴിച്ചു. അനന്തരം സിംഗ് ദ്വീപിന്റെ ഒരു മാപ്പ് എടുത്ത് കിടക്കയിൽ നിവർത്തി വെച്ചു. നമ്മളിപ്പോ ദ്വീപിന്റെ വടക്ക് ഭാഗത്താണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ച 500 അടിയിലധികം ഉയരമുള്ള ഒരു കുന്നുണ്ട്. കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗം വേണം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ. സ്ഥലത്തിന്റെ കിടപ്പ് അനുസരിച്ച് ആ ഭാഗത്ത് ആവലാഞ്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്ക് ആ സ്ഥലം ഒന്ന് കാണണം. അദ്ദേഹം മാപ്പ് മടക്കി വെച്ചു. 4-5 ജോലിക്കാരെയും കമാൻഡോകളിൽ ഒരാളെയും അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർ യാത്രയായി. ചില ഭാഗങ്ങളിൽ കാൽമുട്ടോളം പുതഞ്ഞ് ചിലയിടങ്ങളിൽ മഞ്ഞിന് ഉരുക്കിന്റെ കട്ടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ കൂർത്ത മുള്ളുകളുള്ള കുറ്റിച്ചെടികൾ കണ്ടു. അവയിൽ കൊടിയ വിഷമാണെന്ന് സുഖ്ദേവ് സിംഗ് വിശദീകരിച്ചു. 1 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു കാണും. ആരും അധികം സംസാരിക്കുന്നേയില്ല. മാറിക്കോ, ഓടി മാറിക്കോ, കമാൻഡോ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അവർ മുന്നിലെ ദൃശ്യം കണ്ടിരുന്നു. പാഞ്ഞു വരികയാണ് മഞ്ഞുപാളികൾ. ഒരു ഭാഗം മുഴുവൻ തകർത്തുകൊണ്ട് ഡാം തകർത്തു പായുന്ന ജലം പോലെ. ആവലാഞ്ച്. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ആവലാഞ്ച് കാണുന്നത്. കേട്ടിട്ടുള്ളതിനേക്കാൾ ഇരട്ടി ഭീകരമായിരുന്നു ആ ദൃശ്യം. അവർ കഴിവതും അകലേക്ക് ഓടുവാൻ ശ്രമിച്ചു. മഞ്ഞിൽ കാലുകൾ പുതഞ്ഞു പോകുന്നത് കാരണം നീനാദാസ് ആയിരുന്നു ഏറ്റവും പിറകിൽ. ആവലാഞ്ച് 15 അടിയോളം മുന്നിലെത്തിക്കഴിഞ്ഞു. റാം റൊണാൾഡ് തിരിഞ്ഞു നോക്കി. നീന അതിനുള്ളിൽ കുടുങ്ങുമെന്ന് ഉറപ്പായി. അദ്ദേഹം പെട്ടെന്ന് പിന്നോട്ട് കുതിച്ച് അവളെ വലിച്ചേർത്തി മുന്നോട്ടെറിഞ്ഞു. നീന മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ വീണുരുണ്ടുപോയി. റാം റൊണാൾഡും കുതിച്ചു മാറി. അവിടം തകർത്തുകൊണ്ട് ആവലാഞ്ച് കടന്നുപോയി. നീന ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. റാം റൊണാൾഡിന്റെ കരുത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. എത്ര അനായാസമാണ് അയാൾ തന്നെ ഇത്രയും അകലേക്ക് വിളിച്ചെറിഞ്ഞത്. ഹിമപാളികൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ആ ഭാഗം ഒരു വലിയ ഗർത്തം പോലെ തോന്നിച്ചു. ഇരുകരകളിൽ നിന്നും അവിടേക്ക് മഞ്ഞ് ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നു. അവർ പിന്നിലേക്ക് മാറി. എത്ര വേഗത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്. ആവലാഞ്ച് ഇപ്പോൾ കടലിൽ പതിച്ചിട്ടുണ്ടാകും. അതിനും അപ്പുറത്തേക്കായിരുന്നു അവർക്ക് പോകേണ്ടിയിരുന്നത്. ഇന്നിനി നടക്കുമെന്ന് തോന്നുന്നില്ല, ഡോക്ടർ സുഖ്ദേവ് സിംഗ് പിറുപിറുത്തു. നാളെ ഈ സമയമാകും മുമ്പ് ഇവിടെ വീണ്ടും മഞ്ഞ് നിറഞ്ഞിരിക്കും. ആവലാഞ്ച് ഉണ്ടായ ഭാഗമാണെന്ന് തോന്നുകയേയില്ല. അവർ തിരിച്ചു നടന്നു. ക്രൂസർ ദ്വീപിൽ ഇരുൾ കെട്ടഴിഞ്ഞ് വീഴാറായി. കമാൻഡോകളിൽ ഒരാളെയും കൂട്ടി സുഖ്ദേവ് സിംഗ് കപ്പലിന്റെ അടുത്തേക്ക് പോയി, കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ. കൂടാരത്തിനുള്ളിൽ ഗ്യാസ് ലൈറ്റ് തെളിഞ്ഞു. ഡോക്ടർ അലക്സാണ്ടർ മൈമൂണും ഹേമാംബികയും പുറത്തിരിക്കുകയാണ്. നീനാദാസിന്റെ അത്രയും സൗന്ദര്യമില്ലെങ്കിലും ഹേമാംബികയും അത്ര മോശമല്ല. മുഖസൗന്ദര്യം ഹേമാംബികയ്ക്ക് അല്പം കുറവാണെങ്കിലും ശരീര സൗന്ദര്യത്തിൽ നീനയുടെ ഒപ്പം നിൽക്കും അവളും. അലക്സാണ്ടർ മൈമൂണിന്റെ സെക്രട്ടറിയാണ് അവളെങ്കിലും
അവൾ അയാളുടെ വെപ്പാട്ടി കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നശിച്ച കൂടാരത്തിലായത് കാരണം ഒന്നും നടക്കില്ല. അലക്സാണ്ടർ മൈമൂണിന് നിരാശ. നമുക്ക് മറ്റൊരു കൂടാരം ഉണ്ടാക്കിയാലോ? ആ ആശയത്തോട് അയാൾക്കും യോജിപ്പായിരുന്നു. ജോലിക്കാരെ കൊണ്ട് ആദ്യത്തെ ടെന്റിന് 25 അടിയോളം ഇപ്പുറത്ത് മാറ്റി അവരും ഒരു ചെറിയ ടെന്റ് അടിപ്പിച്ച് കിടക്കകളുമായി അവിടേക്ക് മാറി. റാം റൊണാൾഡ് ആ ഉദ്യമത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അത് കൂടുതൽ അപകടമുണ്ടാക്കില്ലേ ഡോക്ടർ? ഇല്ല, അലക്സാണ്ടർ മൈമൂൺ ചിരിച്ചു. ആരെങ്കിലും വന്നാൽ എന്റെ കയ്യിൽ തോക്കാണ് ഇരിക്കുന്നത്. അയാൾ തന്റെ പ്രിയപ്പെട്ട തോക്കിൽ മെല്ലെ തലോടി. ഒരു ഒറ്റയാനെ വീഴ്ത്താനും ഇത് മതി. പിന്നെ റൊണാൾഡോ ഒന്നും പറഞ്ഞില്ല. അവർ പോയി. നീന റൊണാൾഡിന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് പറഞ്ഞു, അങ്ങനെയാണ് ആണുങ്ങൾ. അവർക്ക് സ്വസ്ഥമായി കഴിയുവാൻ പോയി. ഞാൻ ഒരു ടെന്റ് കെട്ടിയാ നിനക്ക് എന്റെ കൂടെ വരാൻ കഴിയുമോ? അതിപ്പോ സുഖ്ദേവ് സാർ അറിഞ്ഞ, അപ്പോ പിന്നെ കൊതിച്ചിട്ടോ അസൂയ എടുത്തിട്ടോ കാര്യമില്ല. അവസരം വരും. അവൾ ശുണ്ടിയോടെ എണീറ്റു പോയി. സുഖ്ദേവ് സാബ് നാളെ രാവിലെ തിരിച്ചു വരൂ. കേന്ദ്രത്തിൽ നിന്നുള്ള ഏതോ മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹം. വിവരം പറഞ്ഞിട്ട് കമാൻഡോ തിരികെ പോയി. റാം റൊണാൾഡ് കൂടാരത്തിന്റെ വാതിൽക്കൽ വന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. അകലെ എവിടെയോ ഒരു നിലവിളി കേട്ടതായി തോന്നി. താൻ അത് കേട്ടോ? റൊണാൾഡ് കമാൻഡോയെ നോക്കി. ഉവ്വ്. റൊണാൾഡ് ടോർച്ചും തന്റെ തോക്കും എടുത്ത് പുറത്തേക്ക് ഓടിപ്പോയി. അയാളെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. മഞ്ഞിനുള്ളിലൂടെ വെളിച്ചം അകന്നു പോകുന്നത് അവർ കണ്ടു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, നിക്കോളാസ് പെറുപെറുത്തു. ഒരു പട്ടാളക്കാരനാകേണ്ട ഇയാൾ എങ്ങനെ സയന്റിസ്റ്റായി? രാത്രി കനത്തു. റാം റൊണാൾഡ് തിരികെ വന്നില്ല. എല്ലാവരും കിടന്നു. കൂടാരത്തിലെ ലൈറ്റ് അണഞ്ഞു. ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൽ വൃക്ഷശിഖരങ്ങളിൽ നിന്നും മഞ്ഞു വീഴുന്ന ശബ്ദം. അലക്സാണ്ടർ മൈമൂണിന്റെ കൂടാരത്തിൽ അയാളും ഹേമാംബികയും തളർന്നു കിടന്നു. ഒരു കറുത്ത രൂപം കൂടാരത്തിന്റെ പുറത്തെത്തിയത് ആരും അറിഞ്ഞില്ല. ആ രൂപം സാവധാനം വാതിലിന്റെ തുണി മാറ്റി അകത്തേക്ക് ചെന്നു. തിരി പകുതി താഴ്ത്തിയ ഒരു വിളക്ക് തെളിഞ്ഞിരിപ്പുണ്ട്. അർദ്ധനഗ്നരായ മൈമൂണിനെയും ഹേമാംബികയെയും അയാൾ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ കേശയിൽ നിന്നും ക്ലോറോഫോമും കർച്ചീഫും എടുത്തു. ക്ലോറോഫോം പുരട്ടിയ കർച്ചീഫ് രണ്ടുപേരുടെയും മുഖത്തോട് ചേർത്ത് പിടിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ ഹേമാംബികയെ ഉയർത്തി തോളിലിട്ട് യാതൊരു ധൃതിയും കാണിക്കാതെ കൂടാരത്തിൽ നിന്നും പുറത്തു വന്നു. പിന്നെ കമാൻഡോ കാവൽ നിൽക്കുന്ന കൂടാരത്തിന് നേരെ ഒന്ന് നോക്കിയിട്ട് മഞ്ഞിലൂടെ നടന്നുപോയി. ഹേമാംബിക കണ്ണുകൾ തുറന്നു. വെളിച്ചമുണ്ടായിരുന്നു അവിടെ. അവൾ ചുറ്റും നോക്കി. ഒരു മെഴുകുതിരി എരിയുന്നു. താൻ എവിടെയാണെന്ന് അത്ര പെട്ടെന്നൊന്നും അവൾക്ക് പിടികിട്ടിയില്ല. എങ്കിലും തന്റെ സമീപത്ത് അലക്സാണ്ടർ മൈമൂൺ ഇല്ലെന്നും താൻ തറയിലാണ് കിടക്കുന്നതെന്നും അറിഞ്ഞതോടെ അവൾ ചാടി എണീറ്റു. താൻ ഏതോ ഗുഹയിലാണെന്ന് അവൾക്ക് തോന്നി. പാറക്കല്ലുകൾ പോലെയുള്ള ഒരു തരം വെളുത്ത കല്ലുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അല്പം പോലും മഞ്ഞും അവിടെ ഉണ്ടായിരുന്നില്ല. ഹേമാംബിക വിറയ്ക്കാൻ തുടങ്ങി. രക്ഷിക്കണേ! അവൾ അലറിക്കരഞ്ഞു. ആ ശബ്ദം ഗുഹയ്ക്കുള്ളിൽ ആയിരം ആയിരമായി പ്രതിധ്വനിച്ചപ്പോൾ അവൾക്ക് തന്നെ ഭീതി തോന്നി. പെട്ടെന്ന് ഇരുളിൽ ഒരു രൂപം ചലിച്ചു. നീ ഇത്ര വേഗം ഉണർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ വെളിച്ചത്തിലേക്ക് വന്നു. ഒരു ആജാനുബാഹു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വ്യക്തമായി. നീ ഇവിടെ കിടന്ന് എത്ര ഒച്ച ഉയർത്തിയാലും ആരും കേൾക്കില്ല. അയാൾ ചിരിച്ചു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? രാത്രിയിൽ ഇത്രയും ബുദ്ധിമുട്ടി ഒരു പുരുഷൻ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ കാരണവും നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനിടെ വെറുതെ ഞാൻ ആരാണെന്ന് തിരക്കി സമയം കളയണമെന്നില്ല. രക്ഷപ്പെടുവാൻ ഒരവസരത്തിനായി അവൾ ചുറ്റും നോക്കി. അതുകൊണ്ട് അയാൾ ചിരിച്ചു. അതിമോഹമൊന്നും വേണ്ട. ഞാൻ കൊണ്ടുവന്നവളാണ് നീ, എനിക്ക് അവകാശപ്പെട്ടവൾ. ഇനി നീ ഒന്ന് ചലിക്കണമെങ്കിൽ പോലും അതിന് എന്റെ അനുമതി വേണ്ടി വരും. ക്ഷണത്തിൽ അവളുടെ വസ്ത്രങ്ങൾ അയാൾ കീറി എറിഞ്ഞു. ഹേമാംബികയുടെ എതിർത്തു നിൽപ്പിന് ശക്തി പോരായിരുന്നു. ഒരു ചെന്നായുടെ പരാക്രമമായിരുന്നു അയാൾക്ക്. ഇടയ്ക്ക് ഒരവസരം കിട്ടിയപ്പോൾ ഹേമാംബിക അയാളുടെ മുഖം മൂടി വലിച്ചു പറിച്ചു. ആ മുഖം, വല്ലാത്തൊരു നടുക്കം അവളെ ബാധിച്ചു. മെഴുകുതിരിയുടെ വെളിച്ചം അയാളുടെ മുഖത്ത് പതിഞ്ഞു. യൂ യൂ ഹേമാംബിക കോപത്തോട് അലറി. അയാൾ ഉറക്കെ ചിരിച്ചു. പിന്നെ റിവോൾവർ എടുത്ത് അവളുടെ ചെന്നിയിൽ മുട്ടിച്ചു. ഗുഡ് ബൈ. ഗുഹയ്ക്കുള്ളിൽ വെടിയൊച്ചയും അലർച്ചയും മുഴങ്ങി. ആരുടെയോ അലർച്ച കേൾക്കുകയും
അതേ തുടർന്ന് റാം റൊണാൾഡ് ടോർച്ചും തോക്കുമായി പുറത്തേക്ക് പോവുകയും ചെയ്തിട്ട് ഇപ്പോൾ 4-5 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് യാതൊരു ശബ്ദവും കേട്ടില്ല. അയാൾ തിരിച്ചെത്തിയതുമില്ല. മറ്റൊരു കമാൻഡോയാണ് ഇപ്പോൾ കാവൽ നിൽക്കുന്നത്. ഇനി റാം റൊണാൾഡിനും എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നായിരുന്നു അയാളുടെ സംശയം. കൂടാരത്തിനുള്ളിൽ ഒരാൾ മാത്രം ഉറക്കം നഷ്ടപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. നീനാദാസ്. റൊണാൾഡ് എത്തിച്ചേരാൻ വൈകുന്തോറും അവളുടെ ഉത്കണ്ഠ ഏറി വന്നു. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ. പിന്നെയും മണിക്കൂറുകൾ പിന്നിട്ടു. അവൾ ഒഴികെയുള്ളവരെല്ലാം കമ്പിളിപ്പുതുപ്പിനടിയിൽ സുഖസുഷുപ്തിയിലാണ്. അകലെ ഒരു വെളിച്ചം കണ്ടതുപോലെ കമാൻഡോയ്ക്ക് തോന്നി. അയാൾ ഉറ്റുനോക്കി. ടോർച്ച് മിന്നുകയാണ്. ക്രമേണ അത് അടുത്തു വന്നു. ഒരു മനുഷ്യൻ ആയാസപ്പെട്ട് നടന്നു വരികയായിരുന്നു. കമാൻഡോ ടോർച്ച് ചലിച്ചു. ആരെയോ തോളിലിട്ടുകൊണ്ടാണ് ഒരാൾ വരുന്നത്. എങ്കിലും അയാൾ തോക്കുമായി തയ്യാറായി നിന്നു. അയാൾ അടുത്തെത്തി. റാം റൊണാൾഡ്. അയാളുടെ തോളിൽ ഒരു കമാൻഡോ. കൂടാരത്തിൽ വന്ന് വിവരം പറഞ്ഞിട്ട് കപ്പലിനരികിലേക്ക് തിരികെ പോയ മനുഷ്യൻ. റാം റൊണാൾഡ് അയാളെ തറയിൽ കിടത്തി. നീനാദാസ് ചാടി എണീറ്റ് ഗ്യാസ് ലൈറ്റ് തെളിച്ചു. കൂടാരത്തിൽ ഉണ്ടായിരുന്നവർ ഉണർന്നു. എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും ഇയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. മറ്റുള്ളവർ റൊണാൾഡിനെ തുറിച്ചു നോക്കി. പിന്നെ മൃതദേഹത്തിലേക്കും. വെടിയുണ്ട കൃത്യമായും ഹൃദയത്തിനു മുകളിലാണ് തുളഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആരെങ്കിലും കണ്ടോ? നിക്കോളാസ് തല ഉയർത്തി. ഉവ്, അതല്ലേ ഞാൻ ഇത്രയും വൈകിയത്. ഒരു കറുത്ത രൂപത്തെ ഒരുപാട് നേരം ഞാൻ പിന്തുടർന്നു. മഞ്ഞിലൂടെ ഓടുന്നതിൽ അയാൾക്ക് പ്രത്യേക കഴിവായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒപ്പം എത്താൻ കഴിഞ്ഞില്ല. പോരെങ്കിൽ 2 തവണ ഞാൻ വെടിവെക്കുകയും ചെയ്തു. ഒന്ന് നിർത്തിയിട്ട് റാം റൊണാൾഡ് ഒരു ചുരുട്ട് കത്തിച്ചു. അവസാനം എനിക്ക് തിരിച്ചു പോരേണ്ട ദിക്ക് മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് പോയ കാൽപ്പാടുകൾ നോക്കിയാണ് തിരികെ വന്നത്. ആരും ഒന്നും പറഞ്ഞില്ല. ഡെമോക്ലീസിന്റെ വാള് പോലെ ഏത് നിമിഷവും തങ്ങളുടെ മേൽ മരണം പതിയിരിക്കാമെന്ന് അവർക്ക് തോന്നിപ്പോയി. ഏതോ നശിച്ച നേരത്തായിരുന്നു ഈ യാത്രയെന്ന് തോന്നുന്നു. മരിയ ചൗധരി പിറുപിറുത്തു. ഉറക്കം അലോസരപ്പെട്ടതിന്റെ വിദ്വേഷം ആ വാക്കുകളിൽ തങ്ങി നിന്നിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ ഒരു രാത്രി കൂടി. ഒപ്പം മനസ്സിൽ ഭീതി കുത്തി നിറയ്ക്കപ്പെട്ടു. അവർ ഇരുളിലേക്ക് തുറച്ചു നോക്കിയിരുന്നു. എവിടെ നിന്നും ഒരു വെടിയുണ്ട പാഞ്ഞു വന്നേക്കാം. അലക്സാണ്ടറുമൊന്നും വിവരം അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ, നിക്കോളാസ് പറഞ്ഞു. ഞാൻ വിളിക്കാം. മാർട്ടിൻ പെരേര എണീറ്റു. വേണ്ട, ഉറങ്ങുന്നവരെ കൂടി ഉണർത്തുന്നത് എന്തിനാ? ഗ്ലാഡിസ് അയാളെ പിടിച്ചിരുത്തി. ശരിക്കും പറഞ്ഞാൽ പെരേര അടുത്തു നിന്നും പോകുന്നതിലായിരുന്നു ഗ്ലാഡിസിന് പേടി. സുഖ്ദേവ് സാബിനെ വിവരം അറിയിക്കേണ്ടേ? നീനാദാസ് തലയിളക്കി. വേണം. റാം റൊണാൾഡ് തന്നെയാണ് വയർലെസ്സിലൂടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടത്. കാര്യങ്ങൾ അറിയിച്ചു. ഏതായാലും ഇന്നിനി രാത്രിയിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ശത്രുക്കൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലോ? ഞാൻ രാവിലെ എത്താം. ഈ വിവരം കൂടി കേന്ദ്രത്തിൽ അറിയിക്കുകയും ചെയ്യാം. ഓവർ. വയർലെസ് വെച്ചിട്ട് റാം റൊണാൾഡ് ഒരു ചുരുട്ട് കത്തിച്ചു. കൂടാരത്തിനുള്ളിലേക്ക് കയറി തന്റെ ബാഗിൽ നിന്നും ശിവാസ് റീഗലിന്റെ ഒരു കുപ്പിയും എടുത്ത് പുറത്തു വന്നിരുന്നു. അടപ്പ് തുറന്നിട്ട് വെള്ളം പോലും ചേർക്കാതെ കുറേശ്ശെ വായിലേക്ക് ഒഴിച്ചു. മറ്റുള്ളവർ അത് നോക്കിയിരുന്നു. ഇയാൾ ഒരു വിചിത്ര മനുഷ്യൻ തന്നെ. അയാൾ ഓരോരുത്തരോടും മദ്യം വേണോ എന്ന് തിരക്കി. പക്ഷേ മദ്യപിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ ആരും തന്നെ. വല്ല വിധേനയും നേരം ഒന്ന് പുലർന്നു കിട്ടിയാൽ മതിയായിരുന്നുവെന്ന ഒറ്റ ആഗ്രഹമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. നേരം പുലരും മുമ്പ് ഒരു കുപ്പി മദ്യവും അകത്താക്കി കഴിഞ്ഞിരുന്നു റാം റൊണാൾഡ്. എന്നിട്ടും അയാളുടെ തലയ്ക്ക് പിടിച്ചില്ലെന്ന് തോന്നി. ദ്വീപിൽ വെളിച്ചം പരന്നു. അലക്സാണ്ടർ ഇതുവരെ എണീറ്റില്ലല്ലോ. ഇനി അങ്ങനെ സൂഹിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റൊണാൾഡ് നടന്നു. കൂടാരത്തിന് പുറത്തു നിന്ന് വിളിച്ചു. എടോ അലക്സാണ്ടറെ, ഒന്ന് എണീറ്റേ. അകത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ഇത്തവണ വിളി കേട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. അലക്സാണ്ടർ മൈമൂൺ റൊണാൾഡിനെ നോക്കി. പക്ഷെ അപ്പോഴും അയാളുടെ കണ്ണുകൾ അടഞ്ഞു വരികയായിരുന്നു. ഹേമ എപ്പോഴങ്ങ് വന്നു? അലക്സാണ്ടർ തിരക്കി. എവിടെ? നിങ്ങളുടെ ഒപ്പം. അവിടേക്ക് ആരും വന്നില്ലല്ലോ. നിങ്ങൾ തമാശ പറയുകയല്ലോ? അല്ല. അലക്സാണ്ടറുടെ മുഖത്തേക്ക് ഞെട്ടൽ പടർന്നു. ഞങ്ങൾ രാത്രി മുതൽ കൂടാരത്തിന് പുറത്ത് ശവത്തിന് കാവലിരിക്കുകയായിരുന്നു. ഹേമാംബിക എവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പോലും കണ്ടില്ല. ശവമോ? ആരുടെ ശവം? റൊണാൾഡ് സംഭവം പറഞ്ഞു.
അലക്സാണ്ടറും വന്ന് ശവശരീരം കണ്ടു. ഹേമാംബികയെ കാണാനില്ലെന്ന വാർത്ത അവിടെ പുതിയൊരു നടുക്കമുണ്ടാക്കി. എപ്പോ മുതലാണ് കാണാതായത്? അതറിയില്ല. രാത്രിയിൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ റൊണാൾഡ് വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോഴവളെ കണ്ടില്ല. അലക്സാണ്ടർ മദ്യപാനിയെ പോലെ ആടി. തനിക്ക് എന്തു പറ്റി? നിക്കോളാസ് അടുത്തു വന്നു. ഒന്നുമില്ല. അലക്സാണ്ടർ കാണിച്ചു. നിക്കോളാസിന്റെ നെറ്റി ചുളിഞ്ഞു. തന്നെ എന്താ ക്ലോറോഫോം മണക്കുന്നത്? എന്നെയോ? അതെ, എനിക്കറിയില്ല. പക്ഷേ അലക്സാണ്ടറുടെ ഉച്ഛ്വാസവായുവിൽ ക്ലോറോഫോമിന്റെ അംശമാണ് കലർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിക്കോളാസിന് ഉറപ്പുണ്ടായിരുന്നു. അയാളെ അബോധാവസ്ഥയിലാക്കിയിട്ട് ഹേമാംബിക എവിടേക്കെങ്കിലും പോയതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. അതിനേക്കാൾ കൂടുതൽ സാധ്യത മറ്റാരോ അവളെ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. നമുക്ക് തിരയാം, കമോൺ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കും മുമ്പ് കണ്ടെത്തണം. റാം റൊണാൾഡ് തോക്കെടുത്തു. സ്ത്രീകൾ എവിടെ തന്നെ ഇരുന്നാ മതി. ഞാനും മാർട്ടിനും നിക്കോളാസും അലക്സാണ്ടറും കൂടി പോകാം. അവർ 4 പേരും ആയുധങ്ങളുമായാണ് തിരയാൻ ഇറങ്ങിയത്. എവിടേക്ക് പോകണമെന്ന് അറിയില്ല. കൂടാരത്തിനടുത്ത് ചെന്നിട്ട് കാൽപ്പാടുകളൊന്നും കണ്ടില്ല. എങ്കിലും അവർ തിരഞ്ഞുപോയി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.